ആസ്പിരൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ PSC പഠിക്കുന്ന എല്ലാവർക്കും പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഇല്ലാതെ സ്റ്റക്കായി പോകുന്നൊരു സിറ്റുവേഷനാണ്. നമ്മളിപ്പോൾ കമ്പനി ബോർഡ് LGS, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, VFA തുടങ്ങിയ എക്സാമുകളൊക്കെ മുന്നിൽ കണ്ട് പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരായിരിക്കും നിങ്ങൾ. എങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പഠിക്കണുണ്ടോ ഇല്ലയെന്ന് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക. പഠിച്ചു തുടങ്ങിയവരായിരിക്കും, ബട്ട് ചില പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ സ്റ്റക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. സോ അത് ഏതൊരു എന്തെങ്കിലും ഇഷ്യൂസ് കാരണമോ പ്രോബ്ലംസ് കാരണമോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന മൈൻഡ് സെറ്റ് കാരണമൊക്കെ ആവാം. നമ്മൾ പഠിക്കുന്ന വഴി ശരിയല്ലെങ്കിലും അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം, എങ്ങനെയാണ് ഞാൻ എൻ്റെ PSC പഠനത്തിൽ ഇത് കുറച്ച് കൊണ്ടുവന്ന് കൺസിസ്റ്റൻസി മുന്നോട്ട് കൊണ്ടുപോയി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരുണ്ടോ എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു എക്സാം മുൻനിർത്തി പഠിച്ചു തുടങ്ങുന്നവർ ആ ഒരു എക്സാമിന് ഇടയ്ക്ക് ഏതെങ്കിലും PSC എക്സാം വരുമ്പം അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകും. അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചതിൽ നിന്ന് പോലും ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വരാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ മൈൻഡ് നോർമലി നെഗറ്റീവ് തോളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. നിങ്ങൾ ഏത് എക്സാമാണോ പ്രിഫർ ചെയ്യുന്നത് ആ എക്സാമിന് എന്തായാലും പഠിക്കുക. മറ്റൊരു എക്സാം നമുക്ക് വന്നിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ അതൊരു സൈഡ് എക്സാം ആയിട്ട് വെച്ച് എഴുതുക. എഴുതാതിരിക്കരുതെന്ന് ഒരിക്കലും പറയുന്നില്ല, എഴുതണം. നമുക്കൊരു എക്സ്പീരിയൻസും കൂടെ കിട്ടത്തക്ക രീതിയിലാണ്. ചിലർ പഠിക്കുന്ന ട്രാക്ക് ശരിയായിരിക്കും, അതുകൊണ്ട് ആ എക്സാം നിങ്ങൾക്ക് ഈസി ആയിരിക്കും എന്നും പറഞ്ഞ് നിങ്ങൾ എല്ലാവരും പഠിക്കുന്ന ട്രാക്ക് തെറ്റുമെന്നല്ല പറയുന്നത്. ചില കൈൻഡ് ഓഫ് എക്സാംസ് നോർമലി ടഫായിരിക്കും. ആ ഒരു ബേസിക്കിൽ നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് കുറച്ച് പ്രോബ്ലംസൊക്കെ ഒഴിവാക്കാം. ഫസ്റ്റ് വൺ. പിന്നെ പറയാനുള്ള കാര്യം, ഫസ്റ്റ് കുറേ നാളായിട്ട് പഠിച്ചു തുടങ്ങാത്തവർ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, 2 ദിവസത്തിൽ കൂടുതൽ നമുക്കൊരു മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ട് പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക. ഫസ്റ്റ് വൺ, നിങ്ങൾ ഓക്കെ ആണോ എന്ന് നിങ്ങൾ തന്നെ ചോദിക്കുക. സോ ഫിസിക്കലി മെൻ്റലിയും നിങ്ങൾ ഓക്കെ ആവണം. സോ അതിനു വേണ്ടി കുറച്ച് ടിപ്സൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ നിങ്ങളുടെ തന്നെ ചോദിച്ച് നോക്കുക, നിങ്ങൾക്ക് വേണ്ടി എത്ര ടൈമാണ് ജീവിതത്തിൽ സ്പെൻഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എക്സസൈസിനാവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ബ്യൂട്ടി കാര്യങ്ങളാവട്ടെ. ആ ബ്യൂട്ടി ട്രീറ്റ്മെൻ്റ് ഒന്നും പോയി എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. ചെറിയ ചെറിയ പൊടിക്കൈകൾ നമ്മൾ തന്നെ വീട്ടിൽ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഈ പഠിക്കുന്ന ഇടവേളകളിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സെൽഫ് മോട്ടിവേഷൻ ഫസ്റ്റ് കിട്ടണം. ഓക്കെ, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് എന്തും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ആ ഒരു കാര്യം ഈ PSC പഠനത്തിലും വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റ്സ് ഓക്കെ, ബേസിക്കലി ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ജീവിതത്തിൽ ജസ്റ്റ് ഒന്ന് എക്സസൈസ്, അതുപോലെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ജസ്റ്റ് ഒന്ന് ബ്യൂട്ടി ശ്രദ്ധിക്കാൻ തുടങ്ങി. സോ അപ്പം തന്നെ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഫിസിക്കലിയും മെൻ്റലിയും ഓക്കെ ആണോന്ന് ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റും. ഇപ്പം എക്സസൈസ് ഒക്കെ 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് ആദ്യം ചെയ്യുക. ഫസ്റ്റ് ഡെയിലിയൊക്കെ ഫസ്റ്റ് 10 മിനിറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ പിന്നെ ഒരു ബ്യൂട്ടി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മുഖത്തൊക്കെ ജസ്റ്റ് ക്രീമൊക്കെ ഇട്ട് ഒന്ന് നമ്മളിപ്പോൾ കുളിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമല്ലോ. സോ അതില്ലാത്തവർക്ക് എപ്പോഴും നെഗറ്റീവ് തോട്ടായിരിക്കും. അത് വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അതിനുശേഷം ഡെയിലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ 5 മണിക്കൂർ ഡെയിലി പഠിച്ചിരിക്കും അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഒരിക്കലും. അങ്ങനെ പറഞ്ഞാൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യുക. ഫസ്റ്റ് വൺ ഞാൻ ഇപ്പം പറഞ്ഞുതരാം. 10 ഇംഗ്ലീഷിലെ 1 മണിക്കൂർ ഇംഗ്ലീഷിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. 1 മണിക്കൂറിൽ നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവരാണെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു അരമണിക്കൂറത്തെ ഒരു ക്ലാസ് കേട്ട് നോട്ടിൽ എഴുതി സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതിന് ശേഷം ഡെയിലി ഇപ്പം നമുക്ക് ചോദിക്കുന്ന ഇപ്പം സിനോണിമ്, അനോണിമ്, അതുപോലെ തന്നെ കളക്റ്റീവ് നൗൺസ്, അതുപോലെ വേറെ ഇഡിയംസ് തുടങ്ങിയ കാര്യങ്ങളില്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഇഡിയംസിൽ തന്നെ തുടങ്ങാം. ഫസ്റ്റ് ഇഡിയംസ് നമ്മൾ 10 എണ്ണം ഡെയിലി എഴുതി പഠിക്കുമെന്ന് ജസ്റ്റ് ഇഡിയംസ് മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇംഗ്ലീഷിൽ ഏതെങ്കിലും യൂട്യൂബിലെ വീഡിയോ നോക്കി 10 ഇഡിയംസ് നിങ്ങൾ എഴുതി വയ്ക്കുക. മലയാളം അതുപോലെ തന്നെ ഒന്നുകിൽ പദശുദ്ധി അല്ലെങ്കിൽ പഴഞ്ചൊല്ല് ഏതാ അർത്ഥം
ശൈലികൾ ഏതാണോ നിങ്ങൾക്ക് ഇഡിയംസ് ഏത് ആണോ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നുന്നത് അത് 10 വീതം ഡെയിലി എഴുതുക. അപ്പം തന്നെ ഇതിന് 20 പോയിൻറ്റ്സ് നിങ്ങൾ പഠിക്കും. സോ അതിനൊരു വിട്ടുവീഴ്ചയും വരുത്തരുത്. അതിനുശേഷം ഇംഗ്ലീഷിൻ്റെ ഏതെങ്കിലും ഒരു ക്ലാസ് എടുത്തിട്ട് നിങ്ങൾ കാണുക. ബേസിക് ആയിട്ടുള്ളത് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തവരുടെ കാര്യമാണ് ഞാൻ ആദ്യം പറയുന്നത്, ബേസിക് ആയിട്ട്. അതുപോലെ മലയാളവും ബേസിക് ആണ്. ഈ 2 കാര്യം ഒരു 2-3 ദിവസം കൊണ്ടുപോകുക. അതിന് ശേഷം നിങ്ങൾ ഈ ഒരു സംഭവത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളതാണ് പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തു നിന്നുള്ള 2 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. 2 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ അത് വന്ന ടോപ്പിക്ക് കവർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ടോപ്പിക്സും കവർ ചെയ്യുക, ഓപ്ഷനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ മൊത്തവും ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പഠിക്കുക. സോ 2 ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു കാര്യം കൂടി ഇങ്ങനെ കൊണ്ടുവന്ന് വേണം നമ്മൾ സിലബസിനകത്തെ ടോപ്പിക്സിലോട്ട് ഇറങ്ങാൻ വേണ്ടി. ഓക്കെ, അപ്പം നമ്മൾക്ക് എന്ത് അഡീഷണൽ വായന കിട്ടിയാലും നിങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. ഇപ്പം പൈസ കൊടുത്ത് മാത്രം എനിക്ക് കുറേ റാങ്ക് ഫയലൊക്കെ വാങ്ങിച്ച് വെച്ച് മാത്രമേ PSC പഠിച്ചാലേ കിട്ടത്തുള്ളൂ എന്നൊന്നുമില്ല. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്ന ഭയങ്കര ഒരു യൂസ്ഫുൾ മെത്തേഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട്. പിന്നെ കമ്പൾസറി നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, അതിൻ്റെ കൂടെ ചെയ്യാനുള്ള കാര്യമെന്ന് പറയുന്നത് SCERT. ഇപ്പം 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അത് തീർന്നതിന് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിക്കൊഴിച്ചാൽ ആകെ അങ്ങും ഇങ്ങും എത്തത്തില്ല. അപ്പം 10ാം ക്ലാസ്സിൽ ഇപ്പം സോഷ്യലാണെങ്കിൽ സോഷ്യലിൻ്റെ ചാപ്റ്റർ ഇപ്പം നിങ്ങളെ കൊണ്ട് ഒരു 2 പേപ്പർ ഇതുവാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് കംപ്ലീറ്റ്, ഓരോരുത്തരുടെയും മെമ്മറി പവർ പലതായിരിക്കും, എങ്ങനെയാണോ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പം കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു സോഷ്യൽ ഫസ്റ്റും സെക്കൻഡും കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ബയോളജിയോ ഏത് സബ്ജക്റ്റ് വേണം അങ്ങനെ ഓരോരോ SCERT സബ്ജക്റ്റും കൂടെ കംപ്ലീറ്റ് ചെയ്ത് പോവുക. ഡെയിലി നമ്മളിങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ ജീവിതവുമായിട്ട് ഇതൊരു പോസിറ്റീവായിട്ട് അങ്ങ് പൊക്കോളും. ഓക്കെ, നമ്മൾ അഡീഷണൽ ടൈം ഒരു ദിവസം ഇങ്ങനെ പ്രഷർ നമ്മൾ എല്ലാം കൊടുക്കുമ്പോൾ നമ്മളെ മൈൻഡും ഡിലേ ആവും, പഠിക്കണത് മനസ്സിലാവത്തില്ല, അങ്ങനെ കുറേ സിറ്റുവേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. പിന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാം. പിന്നെ ചിലരുടെ പ്രശ്നമാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട്, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഒരു ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യാനുള്ളത്. കുഞ്ഞു ടേബിളാവട്ടെ വലിയ ഓരോരുത്തരുടെയും സിറ്റുവേഷൻസ് അനുസരിച്ച് അതിനകത്ത് നിങ്ങൾക്കുള്ള ബുക്സൊക്കെ അടുക്കിയെങ്കിലും വെക്കുക. കാരണം നിങ്ങൾക്കൊരു കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞത്. മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക, ഈ ഒരു സ്പേസ് എനിക്ക് വേണം, ഞാനും പഠിക്കണുണ്ട് എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക. എനിക്കൊരു കുട്ടിയുണ്ട്, സോ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഉമ്മയ്ക്ക് പഠിക്കാനുള്ളതാണ്, തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിള്ളേരെല്ലാം എടുക്കുകയൊക്കെ ചെയ്യും, ജസ്റ്റ് ഒന്നും കീറരുത്. ആ ഒരു കാര്യങ്ങൾ അവരെ കുറച്ച് ഒരാഴ്ച പറയുമ്പോൾ അവർ ഓക്കെ ആയിക്കോളും. പിന്നെ നമ്മളെ സ്പേസിലോട്ട് അവരധികം കടന്ന് കയറത്തില്ല. എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങളങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അവർക്ക് അടിക്കുകയൊന്നും ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് പറയുക. കൊച്ചു കുട്ടികളാണെങ്കിൽ ഒരാഴ്ച പറയുമ്പോഴത്തേക്ക് നോർമലി അവർക്ക് അത് സെറ്റാവും. പിന്നെ ഏതെങ്കിലും ബുക്സോ ഇപ്പം പൈസ കൊടുത്ത് വാർത്തയൊക്കെ വാങ്ങിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കിട്ടുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെന്ന് അതൊക്കെ വായിക്കുക. എഴുതി പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ഞാനെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി തന്നെയാണ് പഠിക്കുന്നത്, ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ. സോ നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ യൂസ്ഫുൾ ആകുന്നതെന്ന് നോക്കിയിട്ട് ആ ഒരു മെത്തേഡ് യൂസ് ആവുക. ഞാൻ പറഞ്ഞ മെത്തേഡ്സ് എല്ലാം ചിലപ്പോൾ ചിലർ ഓൾറെഡി ഇപ്പം ഫിസിക്കലി ഒക്കെ ഓക്കെ ആയിരിക്കുന്നവരായിരിക്കും. സോ എക്സസൈസൊക്കെ കറക്റ്റ് ചെയ്യുന്നവരായിരിക്കും. അവർക്കൊക്കെ നോർമലി ഒരു എനർജറ്റിക് ലെവൽ കൂടുതലായിരിക്കും. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഡെയിലി എക്സസൈസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ചെയ്യുന്നതിന് മുമ്പും അതിനുശേഷമുള്ള ആ ഒരു എനർജി ലെവൽ, പോസിറ്റീവ് മൈൻഡ്. ജിമ്മിൽ പോയി ചെയ്യണം ഞാൻ പറഞ്ഞില്ല, 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ്, ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ ചെയ്ത് തുടങ്ങുക. ഓക്കെ, നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പം താങ്ക് യു സോ മച്ച്. ഇന്ന് ഇത്രയൊക്കെ പറയാനുള്ളൂ.